അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് കുറച്ച് കുക്കിങ്ങും പിന്നെ ഞങ്ങൾ കുറച്ച് കൃഷിഭവനിലൊക്കെ പോയി തൈകളൊക്കെ മേടിക്കുന്നതിൻ്റെയും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ മുടി കറക്കാനുള്ള എണ്ണയുടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്താണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും പുതിയ വർഷത്തേക്കൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഓരോ തീരുമാനങ്ങളൊക്കെ എടുത്ത് കയറിയിട്ടുണ്ടായിരിക്കില്ല. ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തീരുമാനമൊക്കെ എടുത്താണ് 2025 കയറിയിരിക്കുന്നത്. 2024 ഇന്നലെ വൈകിട്ട് എടുത്ത തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനമൊക്കെ എന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളൊരു എണ്ണ ഉണ്ടാക്കിയായിരുന്നേ. ആ എണ്ണയുടെ ഇത് പറയാനാണ്. അപ്പം ഞാൻ ഇതുപോലൊരു വാവട്ടമുള്ളൊരു പാത്രത്തിലാണ് ഇത് വെക്കുന്നത്. അപ്പം നമ്മൾ ഈ എണ്ണ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇത് കണ്ട് ഈ എണ്ണയ്ക്ക് ചുമപ്പ് കളറാണെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഞാനിത് 2 ആഴ്ച ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനൊരു ചുവപ്പ് കളറും വന്നിട്ടില്ല കേട്ടോ. ഞാൻ കുറേശ്ശേ ഉണ്ടാക്കത്തുള്ളൂ. കാര്യം എൻ്റെ തലമുടിയിൽ ഞാൻ എന്നും ദിവസവും തേക്കുന്നില്ല. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തലയിൽ എണ്ണ നല്ലപോലെ തേച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മുഖത്തോട്ടിറങ്ങി മുഖം നിറച്ച് കുരുവാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 2 3 പ്രാവശ്യം തേക്കാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് തന്നെ റിസൾട്ട് ഒരുപാട് താമസിച്ചാണ് കിട്ടുകയും ചെയ്തത്. അപ്പം ഞാൻ പിന്നെ വെച്ചാൽ മുടിയുടെ ഫ്രണ്ടിലൊന്നും പുരട്ടാറില്ല കേട്ടോ. മുടിയുടെ ഫ്രണ്ടിലൊക്കെ പുരട്ടിയാൽ എത്ര ഇതായാലും ആഴ്ച 3 പ്രാവശ്യം പറ്റുമെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഓയിൽ ഇങ്ങോട്ട് മുഖത്തോട്ടാകും. അതുകൊണ്ട് ഞാൻ മുടിയുടെ ഫ്രണ്ടിൽ പുരട്ടാറില്ല. ബാക്ക് വശത്താണ് ഞാൻ എണ്ണ പുരട്ടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയുടെ ബാക്ക് വശം കറുത്തിരിക്കുകയും ചെയ്യും. മുടിയുടെ ഫ്രണ്ട് വശം മുടിയല്ല, തലയുടെ ബാക്ക് വശം കറുത്തിരിക്കുകയും ചെയ്യും. തലയുടെ ഫ്രണ്ട് വശം പെട്ടെന്ന് നര കയറുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ളതിനൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഹെന്നയും നീലാമ്പരിയും കൂടെ ചേർത്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു മുടി കറക്കുന്നതിന്. അപ്പോൾ അതിൽ ചോദിച്ചായിരുന്നു ആ എണ്ണയുടെ ചെയ്തിട്ട് പിന്നെ എന്നത്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്, മുടി കറക്കുന്നതാണ്. ഈ എണ്ണയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി സമയം എടുക്കും മുടി കറക്കാനായിട്ട്. അതുകൊണ്ടാണ് രണ്ടും ഞാൻ രണ്ടായിട്ട് കാണിച്ചത്. പിന്നെ നിങ്ങൾ നല്ല കമ്പനിയുടെ പൊടികൾ ഉപയോഗിക്കുക കേട്ടോ. നല്ല കമ്പനിയുടെ പൊടികളല്ലാതെ വരുമ്പോഴാണ് ഇതിന് ചുവപ്പ് കളറൊക്കെ വരുന്നത്. നല്ല പൊടിയുടെ കമ്പനിയാണെങ്കിൽ ഒരിക്കലും പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചായിരുന്നു എള്ളെണ്ണയ്ക്കകത്ത് എടുത്തോട്ടെ ഇങ്ങനെ ഓരോ എണ്ണയൊക്കെ മാറ്റി ചോദിച്ചായിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും പറയാത്ത എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഈ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തത്. അതിനകത്ത് ഇത് ചെയ്ത ആൾ അന്ന് തൊട്ട് എന്നോട് പറഞ്ഞു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യാവുള്ളൂ, അല്ലാതെ വേറെ ഒരു എണ്ണയിലും ചെയ്തെടുക്കരുത്, എന്ന് റിസൾട്ട് കിട്ടുകയില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തത്. പിന്നെ ചിലർക്ക് അലർജി ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു കേട്ടോ, തലചൊറിച്ചിലൊക്കെ. ചിലർക്ക് നീലാമ്പരി പിടിക്കത്തില്ലെന്നേ, പന്നലാണ്, അതെനിക്കറിയാം. ഒത്തിരി പേരങ്ങനെ പറഞ്ഞും കേട്ടിട്ടുണ്ട് നീലാമ്പരി ചൂട്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഒന്നുമില്ല. ചിലർക്കൊക്കെ അലർജി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പ്രധാനമായിട്ട് പറയാനായിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾ ഈ എണ്ണ നോക്കുക. ഇത് കണ്ടോ, നല്ല കറുപ്പോട് കൂടി നല്ല ഇതായിട്ടാണ് എണ്ണ വരുന്നത്. കണ്ടോ, നല്ല ഇതായിട്ടാണ് എണ്ണ കിട്ടുന്നത്. അപ്പം ഇത് നിങ്ങൾ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഇത് എടുക്കുന്നതിൻ്റെ എന്തെങ്കിലും പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചു നല്ലപോലെ തിളപ്പിക്കണമെന്ന് ചോദിച്ചു. എണ്ണ നല്ലപോലെ തിളപ്പിക്കേണ്ട, നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. അത് ഭയങ്കരമായിട്ട് ചൂടാണോ എന്ന് ചോദിച്ചാൽ അത്രയും ചൂടാക്കാൻ വെച്ചാൽ ഈ നീലാമ്പരി എന്ന സാധനം നമ്മൾ ഒരുപാട് ചൂടാക്കിയാൽ അതിൻ്റെ ഗുണം പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ലെ പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എണ്ണ കാച്ചെടുക്കുന്നവരെ എടുത്താൽ മതിയല്ലോ, ഇതിൻ്റെ ഗുണം പോകുന്ന പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ എണ്ണയുടെ ഒന്നും പൊടി ചേർക്കാതിരിക്കുക. എണ്ണയുടെ ഒക്കെ പൊടി ചേർത്താൽ കറുപ്പ് കളർ കിട്ടത്തില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചുവപ്പ് കളറായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് എണ്ണയെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ബാക്കി നമ്മുടെ ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക്. അപ്പോൾ ഞങ്ങളൊന്ന് കൃഷിഭവനിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണേ. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ആണുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എനിക്ക് എല്ലാവരുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു കൃഷിഭവൻ നമ്മൾ 300 അടച്ചാൽ പച്ചക്കറി തൈകളും വിത്തുകളും പിന്നെ പച്ചക്കറി തൈകളും പിന്നെ എന്ന് വെച്ചാൽ എന്നാ അഗതിച്ചീര എന്നാന്ന് തോന്നുന്നു, അതോ അഗസ്ത്യച്ചീരയോ, അങ്ങനെ ഒരു ചീര ഉണ്ടല്ലോ, ആ ചീര, പിന്നെ കോവൽ, അങ്ങനെ കുറേ സാധനങ്ങൾ, വെണ്ട, പയറല്ല കേട്ടോ, വെണ്ട, വഴുതന, തക്കാളി, അങ്ങനെ കുറേ തൈകളൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിന് വേണ്ട വളങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് 300 രൂപയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഇന്നാണ് ചെല്ലാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഒരു 10-11 കേട്ടോ, ഞങ്ങളങ്ങോട്ട് പോകാനൊക്കെ തുടങ്ങുന്നു. പോയിട്ട് വന്നിട്ട് ബാക്കി കറിയും കാര്യങ്ങളെല്ലാം വെച്ച്, നമുക്ക് ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ്, പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തേച്ച് ബാക്കി കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ മറക്കണ്ട, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഇതിന് നിങ്ങൾ വീണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിന് കറുപ്പ് കളർ ആണ്, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. നല്ല കറുപ്പ് കളറാണ്, സ്പൂണിൻ്റെ പുറത്ത് കേട്ടോ. ചുവപ്പ് കളറാണെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ വരേണ്ടത്. കണ്ടോ, കറുപ്പ് കളറായിട്ടാണ് ഇതിനകത്തിരിക്കുന്നതും, കറുപ്പ് കളറാണ് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വാവട്ടം ഉള്ളതിനകത്തോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി വെച്ച് വേണം ആ എണ്ണ തല തേക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ.
അപ്പം ഞങ്ങൾ കൃഷിഭവനിലേക്ക് പോയിട്ട് ചേട്ടൻ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്, കുടുംബത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അതേ വണ്ടി കൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം കൃഷിഭവനിൽ അവർ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ വണ്ടി കൊണ്ട് വരണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തിട്ടുണ്ട് ആന കുതിരയൊക്കെ ഉണ്ടെന്ന് ഓർത്താണ് ചെന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു സ്കൂട്ടറും കൊണ്ട് പോകേണ്ട ആവശ്യമേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വളവും പിന്നെ പച്ചക്കറി തൈ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയാൽ മതി, രണ്ടുപേരും കൂടെ കൊണ്ടുവരുന്ന ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ പച്ചക്കറി തൈകൾ ഒക്കെ ഇതൊക്കെയാണ്, വഴുതന, തക്കാളി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഗസ്ത്യച്ചീര അത്, പിന്നെ ഈ ഒരു പയറിൻ്റെ ഇത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വളം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വളവും കാര്യങ്ങളൊക്കെ പല സൈസ് ഇതായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അതെല്ലാം വെച്ചേച്ച് പിന്നെ ഞങ്ങൾ സ്കൂട്ടറും കൊണ്ട് ഇറങ്ങിയതാണ്. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്കൊരു ഷാർജയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാർജയൊക്കെ കുടിച്ച് ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കലാശക്കൊട്ടൊക്കെയാണ്. അപ്പം അങ്ങനെ അതുമൊക്കെ കഴിച്ച് അപ്പോൾ ഒത്തിരി നാളായിട്ട് ഷാർജയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഷാർജ കുടിക്കാനായിട്ട് ഞാനും ചേട്ടനും കൂടെ കയറി. അപ്പോൾ ചേട്ടൻ പപ്സും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും പപ്സും കഴിച്ചു കേട്ടോ. ചേട്ടൻ നാരങ്ങാവെള്ളം കുടിക്കത്തില്ല, ഷാർജ ഒന്നും വലിയ താല്പര്യമില്ല. അപ്പം ഞങ്ങൾ ഷാർജയെ കുടിച്ചപ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നീ ആ പുറകിലെ ചെറുക്കൻ നിൽപ്പുണ്ടായിരുന്നു, ആ ചെറുക്കൻ്റെ അവിടുത്തെ സ്റ്റാഫാണ്. അത് കണ്ടപ്പോൾ മറ്റേ എൻ്റെ കൂട്ടുകാരിയാണ് ചിരിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ബാബുസേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും കൂടാണ്. അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് ചിരിച്ച് അവളെ കൂടെ എടുത്തപ്പോഴത്തേക്ക് പിന്നെ ചമ്മലങ്ങ് എനിക്കങ്ങ് മാറിയിടാം. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു പുറകിൽ നിൽക്കുന്നത്. വീഡിയോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ പുറകിൽ എന്നതോ ഒരു തല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ നോക്കുന്നു. അന്നേരമാണ് കണ്ട പുറകെ ആളുണ്ടത്. ചമ്മിയെങ്കിലും ഞാൻ ചമ്മയിലായിട്ട് കാണിച്ചൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ സിറ്റുവേഷൻ അങ്ങ് മാറ്റി. അപ്പോൾ ഞാനങ്ങനെ ഷാർജയൊക്കെ കുടിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല പൊരിയുന്ന വെയിലായിരുന്നു. വെയിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു 10 മണി കഴിയുമ്പോൾ തൊട്ട് പുറവശത്ത് ഭയങ്കര വെയിൽ തുടങ്ങുമേ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെളിയിൽ നിന്നൊരു ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള തുടക്കം എന്നാന്ന് ചോദിച്ചാൽ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മീനെല്ലാം വെട്ടി ഒന്ന് കറിയൊക്കെ വെക്കണം. അപ്പോൾ അങ്ങനെ മീൻ വെട്ടാനായിട്ടൊക്കെയാണ് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്നാലും ഞാൻ വെളിയിലിറങ്ങി മീനെല്ലാം വെട്ടി എല്ലാം ഒന്ന് സെറ്റാക്കിക്കൊണ്ട് തന്നെ വരാൻ തന്നെ വിചാരിച്ച്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ പെരക്കകത്ത് നിന്ന് വെട്ടി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്നാമത് ഇനിയിപ്പോൾ ഉണക്കും കൂടെയൊക്കെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇടയ്ക്ക് ഒരു ഈ ഉണക്കിനൊരു മഴയൊക്കെ ഉണ്ട്. നമ്മളകത്ത് വെച്ച് മീനും ഒക്കെ ഒന്ന് വെട്ടി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഈച്ചയുടെ ശല്യം പെട്ടെന്ന് നമ്മുടെ പെരക്കകത്തോട്ടാവേ. അതുകൊണ്ടാണ് വെളി വെച്ചെടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ മീൻകറിയെല്ലാം ഞാൻ അടുപ്പയിലോട്ട് തന്നെ മീൻകറിയും വെച്ച് മീൻകറിയെല്ലാം സെറ്റായി. അതിലിപ്പോൾ ഞാൻ പിന്നെ മീനും വറുത്ത്. അപ്പോൾ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കിയൊന്നും ഇല്ലായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മീൻകറിയും വെച്ച് മീൻ വറുത്തതൊക്കെ വെച്ച് ഇത് മാത്രം മതി. ഇവിടെ മീനുണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ചോറിനകത്തൊക്കെ ഒഴിച്ച് നല്ല ചൂട് ചോറിനകത്തോട്ട് ചൂട് മീൻകറി ഒഴിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അങ്ങനെ മീൻകറിയൊക്കെ കൂട്ടി ചോറുണ്ണിച്ചെല്ലാം കഴിഞ്ഞു. അപ്പം ഇതെല്ലാം കഴിഞ്ഞേച്ചാണ് ഇനി എനിക്ക് പച്ചക്കറിയൊക്കെ നടാനായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ പിന്നെ പച്ചക്കറി നടാനുള്ള സ്ഥലമൊക്കെ അന്വേഷിക്കലൊക്കെ ആയി കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം മുറ്റത്ത് നട്ട് വെക്കണം, കുറച്ച് പറമ്പിൽ നടണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പറമ്പിൽ നട്ടാൽ വെള്ളം ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മുറ്റത്ത് തന്നെയായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സ്ഥലമൊക്കെ നോക്കുന്നത്. അപ്പോൾ നല്ല വെയിലായി അന്നേരത്തേക്ക് ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇനി പച്ചക്കറിയൊക്കെ നടുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടണിലൊന്ന് അമർത്തണം കേട്ടോ. എന്നാലേ വീണ്ടും എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളേ.